ഗുഡ് ഈവനിങ് യൂട്യൂബ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഡ്യൂക്ക് 390 ഇപ്പോൾ യൂസ്ഡ് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓയിൽ എങ്ങനെ മാറണമെന്നൊക്കെ ഡൗട്ടാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പറയാം. ഒരു കാസ്ട്രോൾ പവർ 1 20W50 ഓയിൽ, അല്ലെങ്കിൽ മോട്യൂൾ 7100. ഒന്ന് ആലോചിച്ചോണം, ഫുള്ളി സിന്തറ്റിക് ഓയിൽ മാത്രമേ ഒഴിക്കാവുള്ളൂ. നോർമൽ സെമി സിന്തറ്റിക് അല്ലെങ്കിൽ മിനറൽ ഓയിൽ ഒരിക്കലും ഈ വണ്ടിക്കകത്ത് ഒഴിക്കൽ. ഹൈ കംപ്രഷൻ എഞ്ചിനാണ്, വണ്ടിയുടെ എഞ്ചിൻ്റെ പണി തീരും. സോ ഓയിൽ വേണ്ടതെന്ന് വെച്ചാൽ 1.600 ml, 1 ലിറ്ററും 600 ml ആണ് വേണ്ടത്. പിന്നെ ഓയിൽ ഫിൽറ്റർ നിങ്ങൾ KTM പോയി മേടിക്കണമെന്നില്ല. പൾസർ 200 NSൻ്റെ ഓയിൽ ഫിൽറ്റർ പക്ക ഫിറ്റാണ്. ഷോറൂമിൽ 100 രൂപയോളം വിലയുണ്ട്. ഈ പ്യൂർലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പുറത്ത് മേടിക്കാൻ കിട്ടും, അതിലും ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഓയിൽ കണ്ടോ, ഇതൊരു എനിക്ക് തോന്നുന്നൊരു 2000, 3000, 5000 കിലോമീറ്റർ മാക്സിമം ഓടിയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഓയിൽ. മോട്യൂൾ 7100 ഓയിലാണ് ഒഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം. മറ്റേ ഇതിൽ കൂടെ എന്താ പറയണ്ട, ഗ്ലാസ്സിൽ കൂടെ കാണാൻ പോലും പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റെയിനർ, ഓയിൽ സ്റ്റെയിനർ എപ്പോഴും ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഓയിൽ സ്റ്റെയിനർ ഇളക്കിയിട്ട് അത് വൃത്തിയാക്കാൻ ഇവിടെ ശ്രമിക്കുക. കാരണം ഓയിൽ സ്റ്റെയിനറിനകത്ത് എപ്പോഴും അഴുക്കും മെറ്റൽ ഷേവിങ്സും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഓയിലിന് പക്ക സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ഇതിനകത്ത് കിടന്ന പഴയ മോട്യൂൾ 7100 ഓയിൽ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഊരി കഴിഞ്ഞപ്പം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ 2 പോർഷനിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. അത് രണ്ടും കൂടി ഊരിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഓയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഓയിൽ ഫിൽറ്ററിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം തിരിച്ച് ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഫസ്റ്റ് ഡ്രൈ ഓയിൽ ഫിൽറ്ററിനകത്തോട്ട് ഓയിൽ പമ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനേക്കാളും നല്ലതാണ് കുറച്ച് ഓയിലുള്ളത്. നേരെ എന്നിട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, 1 ലിറ്ററും 600 ml വേണം ഒഴിക്കാൻ. 1.5 ലിറ്ററായിട്ട് ആരും ഒഴിക്കല്. കാര്യം ഇതൊരു കുറച്ചൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30,000 കിലോമീറ്റർ കഴിയുന്നതനുസരിച്ച് ഡ്യൂക്ക് 390 ചെറുതായിട്ട് ഓയിൽ കത്തിച്ചു തുടങ്ങും. അത് ഈ ഹൈ കംപ്രഷൻ എഞ്ചിനെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് വേണം ഓയിൽ ഒഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/600 തന്നെ ഒഴിക്കണം. ഇതുകൊണ്ട് പ്രക്രിയ കഴിഞ്ഞില്ല. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് liqui moly MOTO2. ഇതൊരു ഡ്രൈ ലൂബ്രിക്കൻ്റ് ആണ്. അതായത് എയറോപ്ലെയിൻ എഞ്ചിനകത്തൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇനി ഓയിലിന് ലൂബ്രിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഇത് പക്കയായിട്ട് ആ എഞ്ചിൻ സീസർ, അതായത് എഞ്ചിൻ പിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി നിൽക്കും. സോ ഇത് ഇവർ പറയുന്ന റെക്കമെൻഡഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എഞ്ചിൻ ഓയിൽ 1 ട്യൂബാണ്. ഞാൻ 1 ട്യൂബേ ഒഴിക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ 1/600 ആണല്ലോ ഒഴിച്ചത്. പക്ഷേ ഇത് കണ്ടൻറ്റ് കൂടുതലാവുകയാണെങ്കിൽ നമ്മുടെ ക്ലച്ച് സ്ലിപ്പേജ് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 1 ലിറ്ററിന് 1 ട്യൂബ് ഒഴിക്കുന്നതാണ് സേഫ്. ഈ നേരെ ഒഴിക്കുക, ഫുള്ളായിട്ട് ഒഴിക്കുക കേട്ടോ, ഫുള്ളായിട്ട് ഒഴിക്കുക. ഇത് ആദ്യമേ ഒന്ന് കുലുക്കാൻ ശ്രമിക്കണം. കാരണം ഇതിനകത്ത് 0.3% ഈ മോളിബ്ഡിനം ഡൈസൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനമുള്ളൂ. അതൊരു ഗ്രാഫൈറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം കുലുക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നേരെ അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും വണ്ടി എടുത്തുകൊണ്ട് അപ്പം തന്നെ പോലും വണ്ടി കുറേ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 പോയിൻറ്റ് ഹീറ്റ് കാണിക്കുന്ന വരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. എങ്കിലേ പക്ക ഓയിൽ സർക്കുലേഷൻ വരത്തുള്ളൂ.